അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സമസ്ത ലേണിംഗ് പ്ലാറ്റ്ഫോമിന് കീഴിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കാനൊരുങ്ങിയ പ്രിയ സഹപ്രവർത്തകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു ബഹറു പോലെയാണ്. നമ്മളെങ്ങനെ പഠിക്കാനൊരുങ്ങിയാലും അല്പമേ നമുക്കൊക്കെ ലഭ്യമാകൂ. കടല് കാണാൻ പോയവരെ പോലെയാ മുത്തുനബിയെക്കുറിച്ച് പഠിക്കാനൊരുങ്ങിയവർ എന്ന് സ്വാലിഹീങ്ങളൊക്കെ പറയാറുണ്ട്. ചില ആളുകൾ കടപ്പുറം കണ്ട് തിരിച്ചു പോരും. ചില ആളുകൾ കടലിൽ അല്പം ഒന്ന് വെള്ളം സ്പർശിച്ച് തിരിച്ചു വരും. പരമാവധി ലഭിച്ചവർക്ക് കടലിൽ നിന്ന് അല്പം മുത്തോ രത്നങ്ങളോ മാത്രമേ ലഭ്യമാകൂ. പക്ഷെ കടൽ അതിനേക്കാൾ വിശാലമാണ്. എന്നതുപോലെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏതു ഭാഗത്തെ സ്പർശിച്ചു കൊണ്ടുള്ള പഠനങ്ങളും അവിടുന്ന് മക്കളോട് കാണിച്ച സമീപന രീതി നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നാം പിന്തുടരേണ്ടതാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, വല്ലാഹി മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മക്കളോട് സ്നേഹത്തോടെ, കുടുംബത്തോട് കാരുണ്യത്തോടെ ഇടപഴകിയ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. അവിടുന്ന് മക്കളോട് കാണിച്ച സമീപന രീതിയെ ഒന്ന് വിശദമായി പഠിച്ചു നോക്കൂ. മക്കളുടെ കൂടെ കളിച്ചത്, അവരുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളുടെ കൂടെ പോലും സഞ്ചരിച്ചത്, അവർ കളിക്കുന്ന ഗ്രൗണ്ടിന്റെ സമീപത്ത് പോയിരുന്ന് അവരോടൊന്നിച്ച് സമയം വിനിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സമാനമായ ധാരാളം ചരിത്ര രേഖകളെ കാണാൻ കഴിയും. മഹാനായ അബൂ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ചെറിയ കുഞ്ഞു മോനായിരിക്കുന്ന കാലം മഹാനുഭാവന് ചെറിയ കുഞ്ഞിപ്പക്ഷികളെ പോറ്റി വളർത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാറുള്ളത് നിങ്ങളുടെ പക്ഷികളുടെ അവസ്ഥ എന്താണ് എന്നായിരുന്നു. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നു. സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടെയുള്ള ഏതോ കാര്യങ്ങളിൽ ഇടപഴകുന്നുണ്ടാകുമെന്നാണ് പൊതുവെ ധാരണയുണ്ടാവുക. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും പുറത്തു കയറ്റി റസൂല് കാലും കൈകളും നിലത്ത് കുത്തി നടക്കുകയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, നിഅമൽ ജമലു ജമലുക്കുമാ, നിങ്ങളെ ഒട്ടകം മനോഹരമാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുറത്തു കയറ്റി സഞ്ചരിക്കുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകൻ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, മഹാൻ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലും സമാനമായ പല ചരിത്രങ്ങളും കാണാൻ കഴിയും. മക്കളുടെ കൂടെ കളിച്ചത്, നിസ്കരിക്കുന്ന സമയത്ത് പോലും ഉമാമ റളിയല്ലാഹു അൻഹു ചെറിയ മോനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ കയറിയിരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഡിസ്റ്റർബ് ആവുന്ന ഒന്നും നിസ്കാരത്തിൽ പോലും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാറുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോടൊന്നിച്ച് വിനിയോഗിച്ച സമയങ്ങളൊക്കെയും മനോഹരമാണ്. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട്, യതീമായ 4 മക്കൾ. മുഅത്തയിലാണല്ലോ ജാഫർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്. അത് കഴിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിനം ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടിൽ മക്കൾ ടെന്റുണ്ടാക്കി കളിക്കുകയാണ്. ഇന്ന് പഴയ കാലത്ത് നമ്മളൊക്കെ ഓലപ്പുരയുണ്ടാക്കി കളിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളുടെ കൂടെ ആ ടെന്റിൽ കയറി കളിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്ത രംഗം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ കാണാനാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളിക്കുന്ന മക്കളെ കണ്ടാൽ ഗ്രൗണ്ടിന്റെ സമീപത്ത് പോയിരിക്കും. ഒരിക്കൽ മഹാന്മാരായ സ്വഹാബത്തൊക്കെ മക്കൾ കളിക്കുന്ന സ്ഥലമെത്തിയാൽ മക്കളെ ഉറക്കെ വിളിക്കും, സലാം പറയും. എന്നിട്ട് അവരൊക്കെ അതിന് പറയാറുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. കളിക്കുന്ന മക്കളെ കാണുമ്പോൾ അവരോട് സലാം പറയുക, ആ ഗ്രൗണ്ടിന്റെ സമീപത്ത് പോയിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിലേക്ക് സ്വഹാബികളിൽ ചെറിയ മക്കൾ ഓടി വന്ന് മടിയിൽ ഇടം പിടിക്കുക. എന്തൊരു മനോഹരമായ കാഴ്ചകൾ! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന മക്കൾ ഗ്രൗണ്ട് വിട്ടോടി പോവുകയല്ല ചെയ്യാറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ട് തേടി ഓടി വരാറുകയാണ് ചെയ്യാറുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മക്കളെ കാണുമ്പോൾ ആ മക്കളെ തലോടും. ആ മക്കളോട് യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുക മാത്രമല്ല, സ്നേഹം തുറന്നു പറയുകയും ചെയ്യും. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോടും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്തിപ്പിടിക്കുന്ന പല സമയത്തും പറയാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു, അല്ലാഹുവേ എനിക്ക് ഈ മോനെ വല്ലാത്ത ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട്. അത് ഇവരുടെ വിഷയത്തിൽ മാത്രമല്ല, പല മക്കളുടെ വിഷയത്തിലും പറയാറുണ്ട്, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണെന്ന്. ഒരു കല്യാണ സദ്യ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ധാരാളം മക്കളെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളോട് പറഞ്ഞത് അൻതും മിൻ അഹബ്ബിൻ നാസി ഇലയ്യ എന്നായിരുന്നു. മനുഷ്യരെ കൂട്ടത്തിൽ എനിക്കേറെ പ്രിയപ്പെട്ടവരാ നിങ്ങളൊക്കെ എന്ന് ചെറിയ മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രംഗം ഹദീസുകളിൽ കാണാൻ കഴിയും. ഇന്ന് പലരും പറയാൻ മടിക്കുന്നതാണ്, അതല്ലെങ്കിൽ മറക്കുന്നതാണ്. മക്കളോട് വല്ലാതെ സ്നേഹം കാണിക്കും, അവർക്ക് വേണ്ടി സമയം വിനിയോഗിക്കും. പക്ഷേ എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു വാക്ക് പറയാൻ പലർക്കും സമയമുണ്ടാകാറില്ല, അതല്ലെങ്കിൽ അവർ അതിന് പരിശ്രമിക്കാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അറിയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിനൊരു ഡോറുണ്ട്. ആ ഡോറിന്റെ പേര് ഫറഹ് എന്നാണ്, ഹാപ്പിനെസ് ഡോർ എന്നാണ് അതിൻ്റെ പേര്. ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ളത് മക്കളെ സന്തോഷിപ്പിച്ചവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ മക്കളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്, മറ്റുള്ള മക്കളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് പ്രവാചകനെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയുടെയും ജീവിതത്തിലെ ദൗത്യമായി നമ്മൾ കാണണം. ചെറിയ മക്കളോട് നമുക്ക് വലിയ സ്നേഹമുണ്ടാവണം, പ്രായമുള്ളവരോട് നമുക്ക് ആദരവുണ്ടാകണം എന്ന് പറയുന്നത് പോലെ മക്കളോട് വലിയ സ്നേഹമുണ്ടാവണം. അത് നമ്മുടെ മക്കളോട് മാത്രമല്ല, നാം കാണുന്ന എല്ലാ മക്കളോടും സ്നേഹമുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം വളരണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഖുർആൻ ഇങ്ങനെ കൂടി നമ്മോട് പറഞ്ഞല്ലോ, മക്കളെ സ്നേഹിക്കുന്നിടത്ത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഖുർആൻ മക്കളിൽ നിന്ന് ഖുർറത്തു അയ്യുൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഖുർആനിൽ 2 സ്ഥലത്താണ് ഖുർറത്തു അയ്യുൻ എന്ന പ്രയോഗം നടത്തിയത്. ഒന്ന് സ്വർഗത്തെക്കുറിച്ചാണ്, മറ്റൊന്ന് ഇണകളെയും മക്കളെയും കുറിച്ചാണ്. നമ്മുടെ മക്കൾ നമുക്ക് സ്വർഗീയ സന്തോഷം തരാൻ മാത്രം വലുതാവുകയും വളരുകയും ചെയ്യണം. അതിന് നാം അവരെ പ്രചോദിപ്പിക്കണം എന്നുള്ള വലിയ സന്ദേശം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ എന്ന ഖുർആനിന്റെ പ്രയോഗത്തിൽ നിന്ന് വ്യക്തമാണ്. സ്വർഗീയ സന്തോഷം പോലുള്ളൊരു സന്തോഷമാണ് മക്കളിൽ നിന്ന് ലഭിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന സന്തോഷമാണ് നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകേണ്ടത്. അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മുടെ മക്കളുടെ ഹൃദയത്തെ നാം ചേർത്തി വെക്കണം. സാധ്യമാകുന്ന രക്ഷിതാക്കൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. രാത്രിയിലൊക്കെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് മക്കളെ സമീപത്തിരുത്തണം. അവരോട് മദീനയുടെ ഒരു ചരിത്രമെങ്കിലും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം ഒരു ദിവസം പറയുന്ന ഒരു രക്ഷിതാവിന് ആ കുട്ടിയോട് ഒരു വർഷത്തിൽ പറയാനുള്ളത് 365 ചരിത്രമാണ്. ഇന്ന് പുസ്തകങ്ങൾ ലഭ്യമാണ്, യൂട്യൂബുകളിൽ ക്ലാസുകൾ ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ച് മക്കൾക്ക് മദീനയെ പരിചയപ്പെടുത്തി കൊടുത്ത് എല്ലാ മക്കളുടെ ഹൃദയവും മദീനയോട് കണക്ഷനുള്ള ഹൃദയങ്ങളാക്കി മാറ്റാൻ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.